നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 76ാമത്തെ വീഡിയോ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ക്യാൻഡിൽ സ്റ്റിക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വെച്ച് നമ്മൾ ഒന്ന് വിലയിരുത്താൻ പോവുകയാണ്. ഇനി മാർക്കറ്റിൽ ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നും നമുക്ക് മേജറായിട്ടുള്ള സപ്പോർട്ട് റീജിയൻസ്, റെസിസ്റ്റൻസ് റീജിയൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് അവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഫെബ്രുവരിയുടെ നിഫ്റ്റിയുടെ പ്രൈസിലുണ്ടായ വേരിയേഷനാണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ഫെബ്രുവരി മാസത്തെ ഇപ്പം ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ്. നമുക്ക് മന്ത്ലി വ്യൂവിലൊരു നെഗറ്റീവ് ബീറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ആയ 18,600 സംതിങ് ആണ്. സ്ട്രോങ് ആയിട്ട് 18,600 650 റീജിയനാണ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് റീജിയൻ. ഇനി ഒരു സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത് 16,400 450 റീജിയനാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റീജിയൻ. ഇനി നമ്മൾ വീക്കിലി വ്യൂവിലേക്ക് പോവാം. അപ്പോൾ വീക്കിലി വ്യൂവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലിൽ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഈ ഒരു വീക്കിലി ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഇതിനു മുമ്പത്തെ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ താഴെ താഴെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിങ്ങും കഴിഞ്ഞ വീക്കിലത്തെ ക്യാൻഡിലിൻ്റെ താഴെ തന്നെയാണ് ക്ലോസിങ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ അകത്തൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ചെയ്തിരുന്നപ്പം ഈ ഒരു റീജിയനിലാണ് സ്റ്റോക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്തിരുന്നത് ഈ ഒരു ക്യാൻഡിലിൽ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റി വീക്ക്ലി അനാലിസിസ് വ്യൂസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു മന്ത്ലിയിലും വീക്ക്ലിയിലും ഡെയിലിയിലും നമുക്കൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത ദിവസം മൺഡേ ഓപ്പൺ ചെയ്തതും വളരെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് നമ്മൾ പറഞ്ഞ സപ്പോർട്ട് റീജിയനിൽ എക്സാക്ട്ലി സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്ത് 16,850 റീജിയനിലാണ് നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത്. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് ലൈനെ ടച്ച് ചെയ്ത് അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ലഭിച്ചു. അപ്പം ഈ ഒരു ലാസ്റ്റ് 3 ദിവസത്തെ അതുപോലെ തന്നെ ഈ ലാസ്റ്റ് 3 ദിവസത്തെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് ദിവസത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അപ്സൈഡിലേക്ക് പോകാൻ ട്രൈ ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത അതേ റീജിയനിലേക്ക് തന്നെ സെല്ലിംഗ് പ്രഷറോട് കൂടി ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ലാസ്റ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡിലും ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ് കാണാൻ സാധിക്കുന്നു. അപ്പം ടോട്ടലി നമുക്ക് ഒരു മന്ത്ലി വീക്ക്ലി ഡെയിലി ഫ്രെയിമിൽ നമുക്ക് ചെറിയൊരു ബീറിഷ് സെൻറ്റിമെൻറ്റ് തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇൻ കേസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിങ് തരികയാണെങ്കിൽ അടുത്ത ദിവസം തീർച്ചയായിട്ടും നമ്മൾ ഡൗൺ സൈഡ് മൊമെൻറ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. വീണ്ടും ഒരു താഴോട്ടൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 16,850 റീജിയൻ. ഈ ഒരു റീജിയനാണ് നമുക്ക് ഈ വരാൻ പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റീജിയൻ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ ഈ 16,400 450 റീജിയൻ, ഈ ഒരു റീജിയനാണ് നമുക്ക് അടുത്ത ഒരു സപ്പോർട്ട് റീജിയൻ. അപ്പം ഈ ഒരു സപ്പോർട്ട് റീജിയനാണ് നമുക്ക് നമ്മുടെ കറൻറ്റ് ട്രേഡിങ്ങിൽ നിൽക്കുന്ന പ്രൈസിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന സപ്പോർട്ട് റീജിയൻ 16,850 റീജിയൻ. അതിനുശേഷം നമുക്ക് വരുന്നത് 16,450 റീജിയൻ. അപ്പം ഇനി ഇൻ കേസ് ഈ ഒരു റീജിയനിൽ നിന്ന് അപ്സൈഡ് മൊമെൻറ്റം തരികയാണ്. അപ്പം ഇപ്പം കറൻ്റ്ലി ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചാനലിനെ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് അവിടെ നിന്നൊരു റെസിസ്റ്റൻസ് എടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു മൊമെൻറ്റം തരികയാണ്. അപ്പോൾ ഇങ്ങനെ മൊമെൻറ്റം തന്ന് ഈ ഒരു റീജിയണിന് മേളിൽ ക്ലോസിങ് തരികയാണെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റിലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു റെസിസ്റ്റൻസ് എടുത്ത റീജിയനിൽ നിന്ന്. അപ്പം ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി നമുക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ച് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് റീജിയനാണ് ഒന്ന് ഈ ഒരു 18,300 റീജിയൻ. രണ്ടാമത്തെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് 18,600 റീജിയൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. ഇത് മനസ്സിലാകുന്നതിൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് റീജിയൻസ്, റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഡ്രോ ചെയ്ത് വെക്കുക. അപ്പോൾ ഡ്രോ ചെയ്ത് വെക്കുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായി ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് സ്വന്തമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിൽസ് ഫോം ചെയ്തതിന് ശേഷം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സെറോദയിൽ ഈ സെറോദ, അപ്സ്റ്റോക്സ് ഇങ്ങനെയുള്ള അക്കൗണ്ട്സിലെല്ലാം നമുക്ക് ഈ ഒരു ചാർട്ട്, ഈ ഫെസിലിറ്റീസ്, ഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. സെറോദയുടെ ആണെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ ആണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ ചാനൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ 1-2 ദിവസത്തിനിടയ്ക്ക് നമ്മൾ നല്ല ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് റീജിയൻസിൽ എൻട്രി എടുക്കാൻ പറ്റിയ സ്വിംഗ് ട്രേഡിംഗ് പിക്സ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.